ശാൽവനും മരിച്ചു വീണപ്പോൾ കൗരവപ്പട ആകെയും നലഞ്ഞു. ഭടന്മാരിൽ പലരും ഭയപ്പെട്ടു. ഒരു സിംഹഭാഗവും പിന്മാറുവാൻ തന്നെ തുടങ്ങി. ശാൽവവധത്തിൽ അമർഷം കൊണ്ട ഭോജരാജാവായ കൃതവർമാവ് ഉടൻ തന്നെ മുന്നണിയിലേക്ക് എത്തി. അദ്ദേഹം എല്ലാ ഭാഗത്തേക്കും അസ്ത്രങ്ങൾ വർഷിക്കുവാൻ തുടങ്ങി. കൃതാസ്ത്രനായ കൃതവർമാവിന്റെ ആക്രമണം പാണ്ഡവപ്പടയെ വിറപ്പിക്കുന്നതായിരുന്നു. എന്നാൽ അപ്പോഴേക്കും സാത്വികി വന്ന് കൃതവർമാവിനോട് ഏറ്റുമുട്ടി. അതോടെ അവർ തമ്മിൽ ഘോരമായൊരു യുദ്ധം ആരംഭിച്ചു. അവരെ സഹായിക്കുവാൻ ഇരുഭാഗത്തും പലരും വന്നു ചേർന്നു. അക്കൂട്ടത്തിൽ ക്ഷേമകീർത്തി എന്ന രാജാവും ഉണ്ടായിരുന്നു. അയാളെ ആദ്യം തന്നെ സാത്വികി കൊന്നുവീഴ്ത്തി. ഇത് കണ്ടപ്പോൾ കൃതവർമാവ് ക്രോധാവിഷ്ടനായി. അദ്ദേഹം കൂരമ്പുകൾ വർഷിച്ച് സാത്വികിയെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. എന്നാൽ സാത്വികി പരിഭ്രമ ലേശമെന്നേ കൃതവർമാവിനോട് ഏറ്റുമുട്ടി. അല്പം കഴിഞ്ഞപ്പോൾ ഭോജൻ സാത്വികിയുടെ വില്ലു മുറിച്ചു. അദ്ദേഹം മറ്റൊരു വില്ലെടുത്ത് പോരാടി. അധികം താമസിയാതെ കൃതവർമാവിന്റെ തേരുകൾ തകർന്നു. സൂതനെയും കുതിരകളെയും കൊന്നു. കൃതവർമാവിന്റെ ശരീരത്തിൽ പലയിടത്തും അമ്പുകൾ തറച്ചു. പരാഭൂതനായ ഭോജൻ കരാളമായ ശൂലമെടുത്ത് സാത്വികിയുടെ നേർ കഴിച്ചു. പക്ഷേ സാത്വികി അത് 7 കഷ്ണമാക്കി നുറുക്കിക്കളഞ്ഞു. ശത്രുവിന്റെ ബാണവേഗം തടുക്കുവാൻ കഴിയാതെ അവശനായ കൃതവർമാവ് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ കൃപാചാര്യൻ വന്ന അദ്ദേഹത്തെ തേരിൽ കയറ്റി പിന്നണിയിലേക്ക് കൊണ്ടുപോയി. വീരപരാക്രമിയായ ഭോജരാജാവിനെ പോലും തോൽപ്പിച്ചോടിച്ചപ്പോൾ കൗരവരുടെ ആശയെല്ലാം അസ്തമിച്ചു. യുദ്ധക്കളത്തിൽ നിന്നാൽ തങ്ങളുടെ ജീവൻ പൊയ്ക്കളയുമോ എന്ന് പോലും അവർ ചിന്തിച്ചു. അവർ അവിടെ നിന്ന് പലായനം ചെയ്യുകയും ചെയ്തു. ഓടുന്ന ഭടന്മാരുടെ കാൽച്ചുവട്ടിൽ നിന്നുയർന്ന പൊടിപടലം കൊണ്ട് ആകാശമെല്ലാം മൂടി. ഓടുന്നവരെ തടഞ്ഞു നിർത്തുവാൻ ദുര്യോധനൻ കിണഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും അത് ഫലിച്ചില്ല. പടക്കളത്തിലെ ഏകനായി ശേഷിച്ച ദുര്യോധനൻ ആ അവസരത്തിൽ കാണിച്ച ധൈര്യം ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അവൻ ക്രോധാവിഷ്ടനായി പാണ്ഡവരുടെ നിരയിലേക്ക് ഇരച്ചു കയറി. അത്യന്തം തീക്ഷ്ണങ്ങളായ ബാണങ്ങളെല്ലാം 4 പാടും വർഷിക്കുവാൻ തുടങ്ങി. അവന്റെ ശരപ്രവാഹം പാണ്ഡവപ്പടയെ സാരമായി ബാധിച്ചു. അവർക്ക് കാര്യമായി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അസംഖ്യം ഭടന്മാർ മരിച്ചു. ധാരാളം തേരുകൾ തകർത്തു. കുതിരകളും മാനകളും അനവധി ചത്തുവീണു. അപ്പോഴേക്കും പാണ്ഡവ നേതാക്കളെല്ലാം ഓടിവന്ന് ദുര്യോധനനെ തടുത്തു. എന്നിട്ടും ദുര്യോധനൻ ഒറ്റയ്ക്ക് നിന്ന് അവരോടെല്ലാം ധീരമായി പോരാടി. കൃപാദികൾ പടക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിപ്പോയതാണ്. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ദുര്യോധനനെ കാണുവാനില്ലെന്ന് അവർക്ക് മനസ്സിലായത്. അവർ ദുര്യോധനനെ തേടി പടക്കളത്തിൽ വന്നപ്പോൾ ദുര്യോധനൻ ഏകനായി പാണ്ഡവരോട് പൊരുതുന്നതാണ് കണ്ടത്. അപ്പോൾ അവരും ദുര്യോധനനോട് ചേർന്ന് യുദ്ധം ചെയ്യുവാൻ ആരംഭിച്ചു. അങ്ങനെ കൃപനും അശ്വത്ഥാമാവും ശകുനിയും മുലൂകനും മറ്റും ദുര്യോധനനെ സഹായിച്ചു തുടങ്ങി. ഈ വിവരം അറിഞ്ഞപ്പോൾ ഓടിപ്പോയ ഭടന്മാരും തിരിച്ചെത്തി. യുധിഷ്ഠിരനും ദൃഷ്ടദ്യുമ്നനും പാഞ്ചാലീപുത്രന്മാരും നകുല സഹദേവന്മാരുമൊക്കെ പാണ്ഡവപക്ഷത്തുമുണ്ട്. ഇനിയും നഷ്ടപ്പെടാൻ ബാക്കിയൊന്നുമില്ലെന്നുള്ള നിലയിലാണ് കൗരവരുടെ ചിന്ത. പാണ്ഡവർക്ക് വരുത്താവുന്നത്ര നാശം വരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടെ അവർ പോരാടി. അണയുവാൻ പോകുന്ന തീ ആളിക്കത്തുമ്പോഴുണ്ടാകുന്നത് പോലെയുള്ള ശക്തി അവരുടെ ആക്രമണത്തിനുണ്ടായിരുന്നു. തന്മൂലം അവർക്ക് പാണ്ഡവപ്പടയ്ക്ക് നാശനഷ്ടങ്ങൾ വരുത്തുന്നതിനും സാധിച്ചു. ഈ അവസരത്തിലാണ് അർജുനൻ അവിടെ എത്തിയത്. അതോടെ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറിപ്പോയി. അർജുന ബാണങ്ങൾ കൗരവപ്പടയുടെ എല്ലാ ഭാഗങ്ങളിലും ഒരേ സമയത്ത് തന്നെ എത്തിക്കൊണ്ടേയിരുന്നു. തീക്ഷ്ണങ്ങളായ കൂരമ്പുകളേറ്റ് കൗരവപ്പടയിലെ ബാഹുശക്തം ഭടന്മാരും മരിച്ചു വീണു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ പോർക്കളം മുഴുവൻ അർജുന ശരങ്ങൾ കൊണ്ടും ശവശരീരങ്ങൾ കൊണ്ടും നിറഞ്ഞു. കൃപനും ദുര്യോധനനും അശ്വത്ഥാമാവും മറ്റും ഭടന്മാർ ഓടിപ്പോകാതെ ഇരിക്കുവാൻ വേണ്ടി ആവുന്നത്ര പരിശ്രമിക്കുന്നു. അവർ പാണ്ഡവരുടെ നേരെ ശരവർഷം നടത്തുകയും ചെയ്തു. എങ്കിലും അർജുനന്റെ അജേയമായ ശരപ്രവാഹത്തിന് മുന്നിൽ കൗരവപ്പടയുടെ എതിർപ്പുകൾ നിഷ്പ്രഭങ്ങളായി. ഈ സമയത്ത് ശേഷിച്ച ആനപ്പടയെ മുഴുവൻ ഒരുമിച്ച് അർജുനന്റെ നേർക്ക് എതിർക്കുവാനാണ് ദുര്യോധനൻ മുതിർന്നത്. വലിയ പർവ്വതങ്ങൾ പോലെയുള്ള ആനകൾ അർജുനന്റെ 4 ഭാഗവും വളഞ്ഞു. കൗന്ദേയൻ തന്റെ ഗാണ്ഡീവത്തെ ശരിക്കും പ്രവർത്തിപ്പിച്ചു. ആനകൾ ഓരോന്നായി വീഴുവാൻ തുടങ്ങി. അപ്പോഴേക്ക് ഭീമനും അവിടെ ഓടിയെത്തി. ഭീമൻ ആനകളെ തല്ലിക്കൊല്ലുന്നത് ഒരു വിനോദം പോലെയാണ്. അവന്റെ വലിയ ഗദയുമായി തേരിൽ നിന്ന് ആനക്കൂട്ടത്തിന്റെ നടുവിലേക്ക് ചാടി. ആനയുടെ മർമ്മം നോക്കിയുള്ള ഭീമന്റെ ഓരോ അടിക്കും ഓരോ ആന ചെരിഞ്ഞു. അധികം താമസിയാതെ ഭീമനും അർജുനനും കൂടി ആനകളെ മുഴുവൻ കൊന്നൊടുക്കി. ദുര്യോധനന്റെ അനുജന്മാരിൽ 14 പേരൊഴികെ ബാക്കിയുള്ളവന്മാരെല്ലാം ഇതിനോടകം മരിച്ചു കഴിഞ്ഞിരുന്നു. ദുർമർഷണൻ, ശ്രുതാന്തൻ, ജൈത്രൻ, രവി, ഭൂരിബലൻ, ഹരിഹാവ്, ദുർവിഷഹൻ, ജയൽസേനൻ, സുജാതൻ, ദുർവിമോചകൻ, ദുഷ്പ്രദർശനൻ, മഹാബാഹു, ശ്രുതപർവാവ്, സുദർശനൻ എന്നീ 14 പേരിൽ സുദർശനൻ ഒഴികെ ബാക്കി 13 പേരും ഭീമസേനനെ വളഞ്ഞിരുന്നു.
ധാർത്തരാഷ്ട്രന്മാരെ കണ്ടപ്പോൾ ഭീമന്റെ സന്തോഷം വർദ്ധിച്ചു. അവൻ കുതൂഹലചിത്തനായിട്ട് അവരോട് ഏറ്റുമുട്ടി. താമസം വിനാ 13 പേരെയും അവൻ കൊന്നൊടുക്കുകയും ചെയ്തു. അർജുനനെ വധിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്ന സംശക്തകരിൽപ്പെട്ട ആളാണ് ത്രിഗർത്തദേശത്തെ രാജാവായിരുന്ന സുശർമാവ്. അവനും ദുര്യോധനനും ജീവനോടെ ശേഷിച്ച ദുര്യോധനന്റെ സഹോദരന്മാർ സുദർശനനും കൂടി ഭീമാർജുനന്മാർക്ക് നേരെ പാഞ്ഞു കയറി. ദൃഷ്ടദ്യുമ്നനും ദുര്യോധനനോട് ഏറ്റുമുട്ടി. സുശർമാവ് അർജുനനോടും സുദർശനൻ ഭീമനോടുമാണ് നേരിട്ടത്. സുശർമാവ് അർജുനനോട് കുറെ നേരം നിന്ന് പൊരുതിയെങ്കിലും പാർത്ഥൻ അവരെ അനായാസേനെ കൊന്നു വീഴ്ത്തി. 99ാമത്തെ ധാർത്തരാഷ്ട്രനെ മുന്നിൽ കിട്ടിയപ്പോൾ ഭീമൻ അത്യധികം സന്തോഷിച്ചു, ആഹ്ലാദിക്കുകയും ചെയ്തു. ഭീമന്റെ ഗദാപ്രഹരമേറ്റ് സുദർശനൻ മരിച്ചു വീണു. ഭീമൻ ആനന്ദ നൃത്തം ചെയ്തുകൊണ്ട് പറഞ്ഞു, ധാർത്തരാഷ്ട്രന്മാരിൽ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ദുര്യോധനെയും ഇന്ന് തന്നെ ഞാൻ കൊല്ലും. അങ്ങനെ കൗരവരോടുള്ള എൻ്റെ പക പോക്കും. മാരുതി ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ടേയിരുന്നു. ഈ അവസരത്തിൽ ശകുനിയും അവൻ്റെ മകൻ ഉലൂകനും കൂടി സഹദേവനോട് പൊരുതിക്കൊണ്ടേയിരുന്നു. സഹദേവനെ സഹായിക്കുവാനായി ധാരാളം യോദ്ധാക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും ശകുനിയുടെയും പുത്രൻ്റെയും നിശ്ചിതമായ ആക്രമണത്തിൽ അതിൻ്റെ ഫലമായി മാതൃപുത്രൻ ക്ഷീണിക്കുന്നുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഭീമൻ സഹദേവന്റെ സഹായത്തിനെത്തി. ഉലൂകനാണ് വീറോടും വാശിയോടും കൂടി ഭീമനെ എതിർത്തത്. അപ്പോഴും ശകുനിയും സഹദേവനും തമ്മിലുള്ള യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ശകുനിയുടെ ഒരു ഭല്ലായുധം സഹദേവന്റെ ശിരസിൽ പതിച്ചു. പ്രജ്ഞയേറ്റ് വീണെങ്കിലും ഭല്ലമേറ്റപ്പോൾ സഹദേവൻ അല്പസമയത്തേക്ക് തളർന്നിരുന്നു പോയി. ഇത് ഭീമനെ കൂടുതൽ ക്രുദ്ധനാക്കി. അവൻ ശകുനിയുടെയും ഉലൂകന്റെയും നേർക്ക് കൊടിയ ബാണങ്ങൾ വർഷിക്കുവാൻ തുടങ്ങി. ശകുനിയും പുത്രനും ഭീമാസ്ത്രങ്ങളേറ്റ് എരിഞ്ഞു പൊരിഞ്ഞുകൊണ്ടു. അല്പസമയത്തിനുള്ളിൽ സഹദേവൻ തളർച്ച മാറി എഴുന്നേറ്റു. അവൻ ഉലൂകനെ അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിക്കുവാൻ തുടങ്ങി. ശരങ്ങളെ കണക്കില്ലാതെ വർഷിച്ച് അയാളുടെ കൊടി മുറിച്ചിട്ടു. കുതിരകളെയും സൂതനെയും കൊന്നു. അനന്തരം ഒരു കത്തി അമ്പുകൊണ്ട് ഉലൂകന്റെ കണ്ടം മുറിച്ചു. ശകുനി നോക്കി നിൽക്കെ ഉലൂകൻ കഴുത്തെറ്റ് തേരിൽ നിന്നും മറിഞ്ഞു വീണു. തൻ്റെ പുത്രന്റെ മരണം ശകുനിയെ അത്യന്തം ഖിന്നവും പരവശനുമാക്കി. അവൻ്റെ പിതൃഹൃദയം വിങ്ങിപ്പൊട്ടി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ പോർക്കളത്തിൽ വെച്ച് പരാവശ്യം കാണിക്കുന്നത് പൗരുഷമല്ലാത്തതുകൊണ്ട് അവൻ അവൻ്റെ മൃദുല വികാരങ്ങളെ നിയന്ത്രിച്ചു. അവന് ക്രോധം വർദ്ധിച്ചു. അവന് പൂർവാധികം വാശിയോടെ സഹദേവനെ എതിർത്തു. ശകുനിയുടെ കഥ അവസാനിക്കുവാൻ പോകുന്നുവെന്ന് എല്ലാവർക്കും തോന്നി. ശകുനി സഹദേവന് നേരെ അസംഖ്യം ബാണങ്ങൾ എയ്തു. അവയെല്ലാം തടുത്തുകൊണ്ട് സഹദേവൻ ശകുനിയുടെ നേർക്ക് കഠിനമായ തോതിൽ അസ്ത്രപ്രയോഗം നടത്തി. ശകുനിയുടെ വില്ലു മുറിച്ചു. വില്ലെറ്റപ്പോൾ ഗാന്ധാര നൃപൻ തൻ്റെ വാളെടുത്ത് സഹദേവന്റെ നേരെ വീശിയടിച്ചു. സഹദേവൻ ചിരിച്ചുകൊണ്ട് ആ വാൾ രണ്ടായി ഖണ്ഡിച്ചു. ഇത് കണ്ട് ശകുനിയുടെ വലിയൊരു ഗദയെടുത്ത് സഹദേവന്റെ നേർക്കെറിഞ്ഞു. അത് ലക്ഷ്യം തെറ്റി നിലത്ത് വീണു. ഉടനെ കാളരാത്രി പോലെ ഭയങ്കരമായ വേലെടുത്ത് സഹദേവന്റെ നേരെ പ്രയോഗിച്ചു. പൊന്നു കിട്ടിയ ആ വേൽ സഹദേവൻ 3 കഷ്ണങ്ങളായി നുറുക്കിയെടുത്തു. ഇത്രയുമായപ്പോൾ തൻ്റെ ജീവൻ അപകടത്തിലാകുവാൻ പോകുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലായി. ശകുനിക്കും അത് മനസ്സിലായി. ഭയപ്പെട്ട ശകുനി പിന്നണിയിലേക്ക് ഓടിപ്പോയി. അനേകം അശ്വസേനാനികളെ സംഘടിപ്പിച്ച് ധാരാളം ആയുധങ്ങളുമായി അവൻ മടങ്ങി വന്നു. ശകുനിയെ സംഹരിക്കേണ്ടത് തൻ്റെ കർത്തവ്യമാണെന്ന ദൃഢനിശ്ചയത്തോടെ സഹദേവൻ ശകുനിയെ നേരിട്ടു. പുലിയെപ്പോലെ ചീറിക്കൊണ്ട് ശകുനിയോട് ഏറ്റുമുട്ടിയ സഹദേവൻ 10 അമ്പ് ശകുനിയുടെ നേർക്കും 4 അമ്പ് അശ്വങ്ങളുടെ നേർക്കും എയ്തു. കുടയും കൊടിയും വില്ലും ഖണ്ഡിക്കപ്പെട്ട സൗബലൻ കത്തിയുമെടുത്ത് സഹദേവന്റെ നേർക്ക് പാഞ്ഞു. സഹദേവൻ 2 അമ്പുകൾ എയ്ത് ശകുനിയുടെ 2 കൈകളും മുറിച്ചു. തുടർന്ന് കാരിരുമ്പുകൾ കൊണ്ടുള്ള ഒരു കത്തിയമ്പ് എയ്ത് ശകുനിയുടെ ശിരസ്സും മുറിച്ചു. ശകുനി മരിച്ച് ഭൂമിയിൽ വീണു. കൗരവർ കാട്ടിയ സകല അനീതികൾക്കും പ്രധാന കാരണക്കാരനായ ശകുനിയുടെ ജഡം ജീവനറ്റ് ഭൂമിയിൽ വീണപ്പോൾ അവൻ്റെ മരുമകനായ ദുര്യോധനൻ ഉൾപ്പെടെയുള്ള കൗരവരെല്ലാം പകച്ചു നിന്നുപോയി. ശകുനിയുടെ ഗാന്ധാര സൈന്യങ്ങൾ തങ്ങളുടെ രാജാവിൻ്റെ വധത്തിൽ ഏറ്റവും ക്രോധം പൂണ്ടു. അവരിൽ ശേഷിച്ചവർ പാണ്ഡവന്മാരോട് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെ നടത്തി. അർജുനൻ അതിൻ്റെ മിക്കവരെയും കൊന്നു വീഴ്ത്തുകയും ചെയ്തു. ശേഷിച്ചവർ ഓടിപ്പോകുവാൻ ശ്രമിച്ചെങ്കിലും പാണ്ഡവ സൈന്യങ്ങൾ അവരെ പിന്തുടർന്നു. അവരെ വധിക്കുകയും ചെയ്തു. അങ്ങനെ 18ാമത്തെ ദിവസത്തെ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ കൗരവ ഭാഗത്താകെ ശേഷിച്ചത് ദുര്യോധനും കൃപനും അശ്വത്ഥാമാവും കൃതവർമ്മനും മാത്രമായി. ദുര്യോധനാകട്ടെ പോർക്കളത്തിൻ്റെ കിഴക്കേ ഭാഗത്തേക്ക് ഓടിപ്പോയി. ആരോടും ഒന്നും പറയാതെയാണ് അവൻ പോയത്. കുറച്ചു സമയം കഴിഞ്ഞ് കൃപാദികൾ ദുര്യോധനെ പലയിടങ്ങളിലും തിരഞ്ഞു. എന്നാൽ അങ്ങും അവനെ കണ്ടില്ല. അതുകൊണ്ട് വിഷണ്ണനായി അവർ മൂവരും പോർക്കളത്തിൽ നിന്ന് പിൻവാങ്ങി. ധൃതരാഷ്ട്രർക്ക് യുദ്ധത്തെപ്പറ്റി വിവരിച്ചു കൊടുത്തിരുന്ന സഞ്ജയന് വ്യാസൻ ദിവ്യദൃഷ്ടം നൽകി അനുഗ്രഹിച്ചിരുന്നുവെങ്കിലും സഞ്ജയൻ മിക്കവാറും യുദ്ധക്കളത്തിൽ വരികയും യുദ്ധം നേരിൽ കാണുകയും ചെയ്യുമായിരുന്നു. അവർ യുദ്ധക്കളത്തിൽ എവിടെ സഞ്ചരിച്ചാലും അമ്പേറ്റ് മരിക്കുകയില്ലെന്നും
വ്യാസൻ വരം നൽകിയിട്ടുണ്ടായിരുന്നു. തന്മൂലം ഉഗ്രമായ അസ്ത്രപ്രയോഗത്തിൻ്റെ ഇടയ്ക്കും അസ്ത്രങ്ങൾ ഏൽക്കാതെ സഞ്ജയൻ നിർബാധം സഞ്ചരിച്ചിരുന്നു. ഇതിനിടയ്ക്ക് സാത്വികി സഞ്ജയനെ കാണുകയും അവനെ തടവുകാരനായി പിടിക്കുകയും ചെയ്തു. സാത്വികി സഞ്ജയനെ ഭീമസേനന്റെ മുന്നിൽ കൊണ്ടുവന്നു. സഞ്ജയനെ കണ്ടപ്പോൾ ഭീമൻ ചോദിച്ചു, എന്തിനാണ് ഇവനെ ഇങ്ങനെ കെട്ടിവലിച്ചുകൊണ്ട് നടക്കുന്നത്? ഇവനും കൊല്ലപ്പെടേണ്ടവനാണ്. ശരി, എങ്കിൽ ഇവന്റെ കഥ ഇപ്പോൾ തന്നെ കഴിച്ചേക്കാം, സാത്വികി പറഞ്ഞു. സാത്വികി സഞ്ജയനെ കൊല്ലുവാനായി വാളൂരി. ഉടനെ വ്യാസൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. സഞ്ജയനെ കൊല്ലരുതേ എന്നും അവനെ വിട്ടയക്കണമെന്നും ആജ്ഞാപിക്കുകയും ചെയ്തിട്ട് അദ്ദേഹം മാഞ്ഞു. സാത്വികി സഞ്ജയനെ മോചിപ്പിച്ചു. അവൻ ഒട്ടും ദൂരം ചെന്നപ്പോൾ ദുര്യോധനെ കാണുകയുമുണ്ടായി. നിരാശയോടെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ടിരുന്ന ദുര്യോധനൻ സഞ്ജയനെ കണ്ടപ്പോൾ ഗദ്ഗദത്തോടെ പറഞ്ഞു, സഞ്ജയ, എല്ലാം നശിച്ചു. ഞാൻ പോരിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. മുറിവേറ്റ് ഞാനിവിടെ ബാദരായണ തീർത്ഥത്തിലെ കയത്തിൽ മുങ്ങിക്കിടക്കുവാൻ പോവുകയാണ്. നീ എല്ലാ വിവരങ്ങളും അച്ഛനോട് പറഞ്ഞേക്കൂ. ദുര്യോധനൻ നേരെ ബാദരായണ പ്രദഹത്തിലേക്ക് നടന്നു. അവിടെ ചെന്ന് മായ കൊണ്ട് ജലസ്തംഭിപ്പിച്ച് ദ്വൈവായന പൊയ്കയിലെ കയത്തിൽ ഇറങ്ങിക്കിടന്നു. ദുര്യോധനന്റെ ദുർഗതിയോർത്ത് സഞ്ജയൻ അത്യന്തം ദുഃഖിച്ചു. അവൻ നേരെ ഹസ്തിനാപുരിയിലേക്ക് നടന്നു. വഴിയിൽ വെച്ച് കൃപനെയും അശ്വത്ഥാമാവിനെയും കൃതവ്രാവിനെയും കണ്ടു. അവരോട് ദുര്യോധനെ കണ്ടതും അവൻ ബാദരായണ പൊയ്കയിലെ പ്രഹദത്തിൽ മുങ്ങിക്കിടക്കുന്നതുമായ വിവരങ്ങളൊക്കെ പറഞ്ഞു. കൗരവരുടെ ശിബിരങ്ങളിൽ അവരവരുടെ മറ്റ് രാജ്യങ്ങളന്മാരും ഭക്തിമാരും ദാസിമാരും കുട്ടികളും മറ്റും ഉണ്ടായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാം മരണവൃത്താന്തമറിഞ്ഞ അവർ ആർത്തരായി വാവിട്ട് നിലവിളിച്ചു. ദുര്യോധന മന്ത്രിമാർ അവരെയെല്ലാം ഹസ്തിനാപുരിയിലെ കൊട്ടാരങ്ങളിലേക്ക് മടക്കി കൊണ്ടുപോവുകയും ചെയ്തു. ദാസിമാരോടും ഭൃത്യന്മാരോടും കൗരവ രാജ്ഞിമാർ കാൽനടയായി ഹസ്തിനാപുരിയിലേക്ക് പുറപ്പെട്ടു. ധാർത്തരാഷ്ട്ര വൈശ്യപുത്രനായിരുന്ന യുയുത്സു ധർമ്മപുത്രന്റെ ആഹ്വാനമനുസരിച്ച് കൗരവരെ വിട്ട് പാണ്ഡവരോട് ചേർന്നിരുന്നുവല്ലോ. കൗരവരാജ്ഞിമാരുടെ ശോചനീയമായ നില മനസ്സിലാക്കിയ അദ്ദേഹം അവരെ അനുഗമിച്ച് കൊട്ടാരത്തിലെത്തിക്കുന്നതിന് ആഗ്രഹിച്ചു. അദ്ദേഹം കൃഷ്ണനോടും പാണ്ഡവരോടും അനുവാദം വാങ്ങി കൗരവ സ്ത്രീകളെ അകമ്പടി സേവിച്ച് രാജധാനിയിലേക്ക് തിരിച്ചു. ഒരു കാലത്തും രാജമന്ദിരത്തിന് വെളിയിലിറങ്ങാതെ അന്തരപ്പുര സ്ത്രീകളായി മാത്രം കഴിച്ചുകൂട്ടിയിരുന്ന രാജ്ഞിമാർ തെരുവുകളിൽ കൂടി നടന്ന് കൊട്ടാരത്തിലേക്ക് പോകുന്നവെന്നറിഞ്ഞ പട്ടണവാസികൾ അവരെ കാണുന്നതിനായി രാജവീതിയുടെ ഇരുവശങ്ങളിലും തടിച്ചുകൂടി. ലജ്ജ കൊണ്ട് നമ്രമുഖികളായി രാജവീതികളിൽ കൂടി നടന്നു പോകുന്ന ആ അന്തപ്പുര സ്ത്രീകളെ കണ്ടപ്പോൾ പൊതുജനങ്ങൾക്ക് അവരോട് അഗാധമായ അനുകമ്പ തോന്നി. സന്ധ്യ കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാം യുയുത്സുവിന്റെ അകമ്പടിയോടെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. യുയുത്സു ധൃതരാഷ്ട്രനെ കണ്ട എല്ലാ വിവരങ്ങളും അദ്ദേഹത്തെ ധരിപ്പിച്ചു. അവൻ ഉടൻ തന്നെ ധൃതരാഷ്ട്ര സന്നിധിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വിതുരനെ കണ്ടു. അദ്ദേഹത്തെയും എല്ലാ വൃത്താന്തങ്ങളും അറിയിച്ചു. വിതുരൻ യുയുത്സു ചെയ്ത പ്രവൃത്തിയിൽ അവനെ ശ്ലാഘിക്കുകയും അന്ന് തന്നോടൊപ്പം താമസിച്ചിട്ട് അടുത്ത പ്രഭാതത്തിൽ കുരുക്ഷേത്രത്തിലേക്ക് മടങ്ങിയാൽ മതിയെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. യുയുത്സു വിതുരന്റെ നിർദ്ദേശം സ്വീകരിച്ച് അപ്രകാരം ചെയ്യുകയും ചെയ്തു. പാണ്ഡവന്മാർ എല്ലായിടത്തും ദുര്യോധനനെ തേടുന്നുണ്ടായിരുന്നു. അവനെ തിരയുവാൻ ചാരന്മാരെ നിയോഗിക്കുകയും ചെയ്തു. എങ്കിലും അവനെപ്പറ്റി ഒരു വിവരവും അറിയുവാൻ കഴിഞ്ഞില്ല. ദുര്യോധനൻ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്തിരിക്കുവാൻ ഇടയുണ്ടെന്ന് ചാരന്മാർ അറിയിച്ചു. അത് കേട്ട് ധർമ്മപുത്രൻ നെടുവേർപ്പെട്ടു. ഏതായാലും അവനെപ്പറ്റിയുള്ള വിവരങ്ങളൊന്നും അറിയാതിരുന്നതിനാൽ പാണ്ഡവർ തികച്ചും അസ്വസ്ഥരായിരുന്നു. ദ്വൈവായന ഗ്രഹത്തിൽ ജലസ്തംഭിപ്പിച്ച് അതിൽ ദുര്യോധനൻ മുങ്ങിക്കിടക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ കൃപനും അശ്വത്ഥാമാവും കൃതവർമാവും കൂടി അവനെ കാണുന്നതിനായി പോയി. അവർ പൊയ്കയുടെ കരകയറ്റി അവനെ വിളിച്ചു. അശ്വത്ഥാമാവ് പറഞ്ഞു, രാജാവേ, എഴുന്നേൽക്കുക, ഞങ്ങളോടൊപ്പം വരൂ. നമുക്ക് പാണ്ഡവരോട് പൊരുതാം. ജയിച്ച് ഭൂമിയോ അല്ലെങ്കിൽ മരിച്ച് സ്വർഗത്തെയോ നേടാം. സുയോധന, വേഗം എഴുന്നേൽക്കൂ. ദുര്യോധനൻ ജലാശയത്തിൽ കിടന്നുകൊണ്ട് തന്നെയാണ് മറുപടി പറഞ്ഞത്. അവൻ പറഞ്ഞു, നിങ്ങളെ കാണുവാൻ ഇടയായതുണ്ടായതെൻ്റെ ഭാഗ്യം. കൗരവ പാണ്ഡവ യുദ്ധത്തിൽ ജീവിച്ചിരിക്കുവാൻ ഭാഗ്യമുണ്ടായ നിങ്ങളെ ഞാൻ അനുമോദിക്കുന്നു. നിങ്ങളുടെ മഹത്വത്തിൽ എനിക്ക് ആശ്ചര്യമില്ല. എന്നാൽ ഇപ്പോൾ ചെന്നെതിർക്കുവാൻ പറ്റിയ സമയമല്ല. നിങ്ങളും ക്ഷീണിച്ചിരിക്കുകയാണല്ലോ. ഞാൻ മുറിവേറ്റവനുമാണ്. ഒരു രാത്രി വിശ്രമിച്ച നിങ്ങളോടുകൂടെ ഞാൻ ശത്രുക്കളോട് പൊരുതണമെന്നതാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അവർ ഇപ്രകാരം സംസാരിച്ചു കൊണ്ടിരുന്നത് ചിലർ കേൾക്കുന്നുണ്ടായിരുന്നു. വെള്ളം കുടിക്കുവാൻ യാദൃശ്ചികമായി അവിടെ എത്തിയ ചില വേടന്മാരായിരുന്നു അത്. ദുര്യോധനനെ പാണ്ഡവന്മാർ തിരയുന്ന വിവരം വേടന്മാർക്ക് അറിവുണ്ടായിരുന്നു. അവർ ഉടൻ തന്നെ ഭീമനെ സമീപിച്ച് അവർ കണ്ടതും കേട്ടതുമായുള്ള വൃത്താന്തങ്ങളെല്ലാം ഭീമനെ അറിയിച്ചു. ഭീമൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, ഇതാ, ഈ വേടന്മാർ ദുര്യോധനനിരിക്കുന്ന സ്ഥലം അറിഞ്ഞിരിക്കുന്നു. അങ്ങ് ആരെ ഓർത്ത് തപിക്കുന്നുവോ അവൻ ജലസ്തംഭിപ്പിച്ച് ജലത്തിലിരിപ്പുണ്ട്. ധർമ്മപുത്രന് സന്തോഷമായി. എല്ലാവരും അത്യധികമായി ആഹ്ലാദിച്ചു.
ബാധരായണ പ്രതാപത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ച് എല്ലാവരും തേരിൽ കയറി പുറപ്പെട്ടു. കൃഷ്ണന്റെയും യുധിഷ്ഠിരന്റെയും നേതൃത്വത്തിൽ അർജുനനും ഭീമനും മാദ്രേയനും പാർഷദനും ശിഖണ്ഡിയും യുധാമന്യുവും ഉത്തമൗജസും പാഞ്ചാലന്മാരും ദ്രൈപതയന്മാരും അശ്വങ്ങളും ആനകളും ഒക്കെ കൂടി ഒരു ഘോഷയാത്രയായിട്ടാണ് പുറപ്പെട്ടത്. പാണ്ഡവർ ഘോഷയാത്രയായി വരുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ കൃപനും അശ്വത്ഥാമാവും കൃതവർമാവും പോയി താമസിക്കാനേ ദുര്യോധനന്റെ സ്ഥിതി പൂർണ്ണമായി അറിയാതെ ഹസ്തിനാപുരത്തേക്ക് മടങ്ങാനോ ഇഷ്ടമില്ലാതായിരുന്ന അവർ വ്യക്തമായൊരു ലക്ഷ്യവുമില്ലാതെ വഴിവക്കിലുള്ള ഒരു ആൽത്തറയിൽ കയറിയിരുന്നു. യുധിഷ്ഠിരനും സംഘവും തീർത്ഥക്കരയിലെത്തി. മായാവിദ്യ കൊണ്ട് ജലത്തെ സ്തംഭിപ്പിച്ച് അതിനുള്ളിൽ ദുര്യോധനൻ ഇറങ്ങിക്കൊടുപ്പുണ്ടെന്നുള്ള വിവരം അവർക്ക് മനസ്സിലായി. യുധിഷ്ഠിരൻ പറഞ്ഞു, കൃഷ്ണ നോക്കൂ, ദുര്യോധനൻ മനുഷ്യരിൽ ഭയമില്ലാത്ത ജലസ്തംഭം ചെയ്തിരിക്കുന്നു. ഈ വഞ്ചകനെ ഞാൻ ജീവനോട് വിടുകയില്ല. കൃഷ്ണനും അത് അനുകൂലിച്ചു. അദ്ദേഹം പറഞ്ഞു, മായാവിയായ ദുര്യോധനെ കൗശലം പ്രയോഗിച്ച് തന്നെ കൊല്ലണം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. യുധിഷ്ഠിരൻ വെള്ളത്തിൽ കിടക്കുന്ന ദുര്യോധനനെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഹേ സുയോധന, നീ കൗരവ ചക്രവർത്തിയല്ലേ? ഉത്തമ ക്ഷത്രിയ വംശത്തിൽ പിറന്നവനല്ലേ? ക്ഷത്രിയധർമ്മം നിനക്കറിയില്ലേ? സഹോദരന്മാരെയും സ്വജനങ്ങളെയും ഗുരുക്കന്മാരെയും എല്ലാം കൊല്ലിച്ചിട്ട് നീ ഒറ്റയ്ക്ക് ജീവിക്കുവാൻ ആഗ്രഹിച്ചാണോ ഈ കയത്തിൽ വന്ന് കിടക്കുന്നത്? നീ ശൂരനാണെന്ന് പറയാറുണ്ടല്ലോ. നിന്റെ പൗരുഷമൊക്കെ എവിടെ പോയി? മാനം എവിടെ? ഇപ്പോൾ ഇവിടെ വന്ന് ഒളിച്ചിരിക്കുന്നത് കുറിച്ചലല്ലേ? ശൂരന്മാർ ശത്രുക്കളെ കണ്ടാൽ ഓടുകയില്ല. എഴുന്നേൽക്കുക, ക്ഷാത്രധർമ്മം മുൻനിർത്തി പോരാടൂ. ഞങ്ങളെ ജയിച്ചിട്ട് നീ രാജ്യം ഭരിച്ചോളൂ, അല്ലെങ്കിൽ ഞങ്ങളാൽ കൊല്ലപ്പെട്ട വീരസ്വർഗം നേടിക്കോളൂ. ദുര്യോധനൻ കയത്തിൽ കിടന്നുകൊണ്ട് പ്രതിവചിച്ചു, യുധിഷ്ഠിര, ഞാൻ പ്രാണഭയം കൊണ്ട് പേടിച്ചു പോന്നതല്ല. കൂട്ടർച്ചത്തൊറ്റയായ ഞാൻ ആശ്വസിക്കാൻ പോന്നതാണ്. ദ്രോണനും കർണനും പോയി, മുത്തച്ഛൻ വീണു, എൻ്റെ അനുജന്മാരെല്ലാം മരിച്ചു, ബന്ധുക്കളെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ഏകനാണ്. എനിക്ക് സൈന്യങ്ങളോ വാഹനങ്ങളോ ആയുധങ്ങളോ ഇല്ല. ഈ സ്ഥിതിക്ക് ആരോട് എന്ത് യുദ്ധമാണ് ചെയ്യേണ്ടത്? എനിക്കിനിയും യുദ്ധത്തിൽ ആശയില്ല. ഈ ഭൂമി മുഴുവൻ നിൻ്റേതായി കഴിഞ്ഞു. നീ അത് യഥേഷ്ടം ഭരിക്കുക. ആൾക്കാരില്ലാതെ എനിക്ക് ജീവനിലും കൊതിയില്ല. ഞാൻ മാന്തോലെടുത്ത് കാട്ടിലേക്ക് പോവുകയാണ്. ദുര്യോധനൻ ഇപ്രകാരം കരുണമായി പറയുന്നത് കേട്ടപ്പോൾ യുധിഷ്ഠിരന് പരിഹാസവും ദേഷ്യവും കലർന്ന സ്വരത്തിൽ പറയുകയുണ്ടായി, ഹേ രാജാവേ, ദുര്യോധന, വെള്ളത്തിലാണ്ട് നീ ആർത്തപ്രലാപം ചെയ്യാതിരിക്കുക. പക്ഷിനാഥം പോലെ നിന്റെ വാക്കുകളൊന്നും എൻ്റെ ഉള്ളിൽ തട്ടുന്നില്ല. നീ തരുന്ന ഭൂമി വാങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ക്ഷത്രിയ ധർമ്മമല്ല. നിന്നെ യുദ്ധത്തിൽ ജയിച്ച് ഭൂമി നേടി ഞാൻ ഭുജിക്കും. കുലത്തിൻ്റെ നിലനിൽപ്പ് ഓർത്ത് ഞാൻ അന്ന് നിന്നോട് യാചിച്ചു. വാർഷ്ണേയനെ ദൂതനായി അയച്ചു. അന്ന് ഭൂമി നൽകാതെ നിരസിച്ചയച്ചു. സൂചിത്തുമ്പുകൊണ്ട് കുത്തിയടക്കുവാൻ പോരുന്ന ഭൂമി പോലും തരുവാൻ തയ്യാറല്ലായിരുന്ന നീ ഇപ്പോൾ ഈ ഭൂമിയൊക്കെ തരുന്നത് എന്തിനാണ്? ഭൂമി നൽകുവാൻ തീരുമാനിച്ചത് കൊണ്ടൊന്നും നിന്റെ ജീവന് രക്ഷ കിട്ടുവാൻ പോകുന്നില്ല. ഹേ ദുർബുദ്ധേ, നിന്റെ ജീവൻ ഇപ്പോൾ എൻ്റെ കയ്യിലാണ്. ഞാൻ ജീവിക്കുവാൻ പോരുന്നവനാണ്. നീ ജീവിക്കുവാൻ ശക്തനുമല്ല. ഒന്നെങ്കിൽ ഞങ്ങളെ പോരിൽ ജയിച്ച് നീ ഭൂമി രക്ഷിക്കൂ, അല്ലെങ്കിൽ മരിച്ചിട്ട് വീരസ്വർഗം പ്രാപിക്കൂ. എഴുന്നേൽക്കൂ, യുദ്ധം ചെയ്യൂ, വേഗമാവട്ടെ. യുധിഷ്ഠിരന്റെ ആക്ഷേപ വാക്കുകൾ അഭിമാനിയായ ദുര്യോധനന് അസഹനീയമായി തീർന്നു. അവൻ പാണ്ഡവരോട് പോരിനുറച്ചു. അവൻ്റെ കാരിരുമ്പ് ഗദ കയ്യിലെടുത്തു. പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് കയത്തിൽ നിന്ന് കരയ്ക്ക് കയറി. ദുര്യോധനന്റെ ശരീരത്തിൽ ധാരാളം മുറിവുകളുണ്ടായിരുന്നു. മുറിവിൽ കൂടി അപ്പോഴും രക്തമൊലിക്കുന്നുണ്ടായിരുന്നു. ഗദ ചുഴറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു, ഏയ് യുധിഷ്ഠിര, എന്നോട് ഓരോരുത്തരായി ഏറ്റെതിർക്കുവാൻ പല വീരന്മാർ ഒരാളിനെ എതിർക്കുന്നത് മര്യാദയല്ല. വിശേഷിച്ചും ഞാൻ ചട്ടയേറ്റവനും മുറിവേറ്റവനുമാണ്. എങ്കിലും ധർമ്മവും കീർത്തിയും പാലിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളിൽ ഓരോരുത്തരോടും ഞാൻ ഒറ്റയ്ക്ക് പൊരുതുന്നുണ്ട്. ഗദ കൊണ്ട് നിങ്ങളെ ഞാൻ ജയിക്കുന്നതാണ്. തുടരും.